ഇന്ന് ലോകത്തിൽ കോമൺ ആയിട്ട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ പറയാം. ഇതിലേതെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒന്നാമത്തേതാണ് ഓവർ തിങ്കിങ്. ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകുന്നൊരവസ്ഥ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ പാസ്റ്റിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് ആകുലപ്പെടുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥയെക്കൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറൊരു പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻസ്. അതായത് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ട്, നിങ്ങളത് ചെയ്യാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യും, ഒന്നിൽ കുറച്ച് ചിന്തകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സ്ക്രോളിങ്ങിലേക്ക് പോകുന്നു. ഇങ്ങനൊരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വേറൊരു പ്രശ്നമാണ് അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലാവാം. ഇറ്റ് ക്യാൻ ബി എ കെമിക്കൽ അഡിക്ഷൻ, സൈക്കോളജിക്കൽ അഡിക്ഷൻ ആവാം. പക്ഷേ ഏത് അഡിക്ഷൻ എടുത്താലും അതിൻ്റെ മെക്കാനിസം സെയിം ആണ്. ദർ വിൽ ബി എൻ ഇമ്പൾസ് ആൻഡ് എ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, വലിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അത് അവരുടെ ശരീരത്തിന് മോശമാണ്, ഈ ഒരു ഹാബിറ്റ് നിർത്തണമെന്നുള്ളത്. പക്ഷേ ചിലപ്പം ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരെണ്ണം കത്തിക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു ഇമ്പൾസ് വരുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വിൽ പവർ അവരുടെ മനസ്സിനുണ്ടാവില്ല. അവർ പലപ്പോഴും പോയിട്ടൊന്ന് സ്മോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഞാനും കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഞാൻ കുറേ സോളോ ട്രാവൽസ് ഒക്കെ ചെയ്തിരുന്നു. കുറേ സ്പിരിച്വലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുകയും ഈ യോഗിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോ ഗുരുസിനെയൊക്കെ കാണുകയും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വോക്കിംഗ് മെഡിറ്റേഷൻ, അല്ലാതെ ഇൻറ്റൻസ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് വിപാസന മെഡിറ്റേഷൻ, അങ്ങനെയുള്ള പല മെത്തേഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണമേ ഉള്ളൂ. ദ റീസൺ ഈസ് ആൻ അൺട്രെയിൻഡ് മൈൻഡ്. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡ്സിൽ നമ്മൾ മനസ്സ് എന്താണെന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതായത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സാണ് പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയുടെ 20% യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതായത് അവർ മൈൻഡ് ഈസ് ഓൾവേസ് ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ബീങ് ട്രെയിൻഡ് 24/7. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എത്ര സമയം കോൺഷ്യസ്ലി നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്? നിങ്ങൾ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പുഷപ്സ് പുള്ളപ്സ് ഒക്കെ എടുക്കാൻ. പക്ഷെ നമ്മൾ ആരും ഈ പറഞ്ഞതുപോലെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ റീസൺ ഈസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണ്ടത് നല്ല ക്ലറിക്കൽ ജോബ്സ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെയായിരുന്നു. അതുകൊണ്ട് തന്നെ മെമ്മറൈസ് ചെയ്യാനും കാൽക്കുലേഷൻസ് ചെയ്യാനും ഒക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ നമ്മൾ കോൺഷ്യസ്ലി ട്രെയിൻ ചെയ്തില്ലെങ്കിൽ മനസ്സ് പലപ്പോഴും സ്വയമാണ് ട്രെയിൻ ചെയ്യപ്പെടുന്നത്. അത് അതിൻ്റെ എൻവയൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്താണ് നമ്മുടെ ഹാബിച്വൽ പാറ്റേൺസ്, സ്ക്രോളിങ്. ഇന്നത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ടൈമും അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡിക്ഷൻസൊക്കെ ഭയങ്കര കൂടി നിൽക്കുന്നതിൻ്റെ റീസൺ ഈസ് ബിക്കോസ് അവർ മൈൻഡ്സ് ആർ അൺട്രെയിൻഡ്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാനും എൻ്റെ ഈ ചാനലുള്ളത്. വെൽക്കം ടു ദ റാബിറ്റ് ഹോൾ. നമ്മുടെ റെക്കോർഡഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിലാണ് ഏറ്റവും ആദ്യം മെഡിറ്റേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരു 1500 to 500 BCയുടെ ഇടയ്ക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ഹിന്ദുസത്തിലൊക്കെ പല ട്രഡീഷൻ ഓഫ് മെഡിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഗൗതമ ബുദ്ധൻ്റെ കാലത്ത് ഇത് കുറച്ചുകൂടെ ഈസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ വ്യാപിക്കുകയുണ്ടായി. അതായത് ഈ സെൻ ബുദ്ധിസത്തിൻ്റെ വഴി പിടിച്ച് ഇത് ജപ്പാനിലും ചൈനയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ 100 കണക്കിന് വർഷങ്ങളോളം ഈ ഈസ്റ്റേൺ കൺട്രീസിൽ മാത്രം ഒതുങ്ങി നിന്ന മെഡിറ്റേഷൻ ഏകദേശം 1900s ശരിക്കും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അതും ഈ ഈസ്റ്റിൽ നിന്നുള്ള ചില സ്പിരിച്വൽ ഗുരുസാണ് ഇതിനെ വെസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഇത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഗുണം ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടെ സ്കെപ്റ്റിക്കൽ ആയതുകൊണ്ട് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ മെഷറബിൾ എവിഡൻസ് വേണമായിരുന്നു. വെറും ക്ലെയിംസിൻ്റെ മുകളിൽ മാത്രം അവരൊന്നിനെയും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അത്രയും നാൾ സ്പിരിച്വാലിറ്റിയുടെ ഫ്രെയിംവർക്കിൽ മാത്രം ഒതുങ്ങി നിന്ന മെഡിറ്റേഷൻ ലാബോറട്ടറികളിലേക്ക് എത്തി. അതായത് എന്താണ് ആക്ച്വലി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ സയൻറ്റിഫിക്കലി ന്യൂറോ സയൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി.
ശരിക്കും ഈ സയൻറ്റിഫിക് റിസർച്ചിലേക്കൊക്കെ ഇതിനെ വഴിതിരിക്കാനുള്ള കാരണം ജോൺ കബാറ്റ്സിൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ഈ 1960s 70s ഈ ഹിപ്പി കൾച്ചറൊക്കെ അവിടെ കത്തി നിൽക്കുന്ന സമയമുണ്ട്. ആൾക്കാർ ഈ മെഡിറ്റേഷനെ കണ്ടുകൊണ്ടിരുന്നത് ഒരു കൗണ്ടർ കൾച്ചർ മൂവ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ടൊക്കെ ആയിരുന്നു. ഇതിനെ ശരിക്കും പറഞ്ഞാൽ സെക്യുലറൈസ് ചെയ്തെടുത്തത് ഈ ജോൺ കബാറ്റ്സിൻ ആണ്. അദ്ദേഹം മാസച്യൂസെറ്റ്സ് മെഡിക്കൽ സ്കൂളിലെ ഒരു മോളിക്കുലർ ബയോളജിസ്റ്റ് ആയിരുന്നു. 1979 അദ്ദേഹം അവിടെ ഒരു സ്ട്രെസ് റിഡക്ഷൻ ക്ലിനിക്ക് രൂപീകരിക്കുകയും അതിൽ MBSR എന്ന് പറയുന്ന ഒരു മെത്തേഡ്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം ഒരു സെൻ ബുദ്ധിസ്റ്റ് മെഡിറ്റേറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം അവിടുത്തെ ഡോക്ടേഴ്സും ആൾക്കാരൊക്കെ ഇതിനോട് കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നെങ്കിലും ബാക്കി മെഡിക്കേഷനോടൊന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്ന ആൾക്കാർ, അതായത് ഈ സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നവർ, ക്രോണിക് പെയിൻ ഉള്ളവർ, ആങ്സൈറ്റി ഉള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഈ ഒരുപാട് ഹോസ്പിറ്റൽസും യൂണിവേഴ്സിറ്റീസൊക്കെ ഇതിലേക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ അതിനുശേഷം നടന്നിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിൽ വളരെ ഫേമസ് ആയിട്ടുള്ളതും ക്രെഡിബിളും ആയിട്ടുള്ള 1-2 എണ്ണത്തിനെ പറ്റി മാത്രം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് ഭാഗത്തിലേക്ക് പോകാം. ശരിക്കും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. പക്ഷേ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാനാണ് ഞാൻ ഈ റിസർച്ചുകളെ പറ്റി പെട്ടെന്ന് പറയുന്നത്. 2011 ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡി ആയിരുന്നു ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അവരുടെ തന്നെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ലീഡ് റിസർച്ചറായ സാറ ലേസർ ആയിരുന്നു ഈ സ്റ്റഡി ലീഡ് ചെയ്തത്. അവർ ചെയ്തത്, അന്ന് വരെ മെഡിറ്റേഷൻ ചെയ്ത ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത 16 ആൾക്കാരെ വിളിക്കുന്നു, അവരുടെ ബ്രെയിൻ സ്കാൻസ് എടുക്കുന്നു. അതിനുശേഷം അടുത്ത 8 ആഴ്ചകൾ ഇവർ ദിവസം ഒരു 27 മിനിറ്റ്സ് ആവറേജ് വരുന്ന രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നു. ഈ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവരുടെ ബ്രെയിൻ സ്കാൻസ് എടുക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഇവർ കംപ്ലീറ്റ് ബിഗിനേഴ്സ് ആയിരുന്നു. എന്നിട്ട് ഇവരുടെ ബ്രെയിൻ സ്കാൻസ് കമ്പയർ ചെയ്തപ്പോൾ കണ്ടത് എല്ലാവരിലും ഇവരുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഹിപ്പോ ക്യാമ്പസ്, അതുപോലെ പോസ്റ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, ഈ ഭാഗങ്ങളിലൊക്കെ ആക്ച്വലി തിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെയൊക്കെ ഗ്രേ മാറ്റർ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗങ്ങളാണ് നമ്മുടെ അറ്റൻഷൻ, മെമ്മറി, ഫോക്കസ്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ബ്രെയിനിൻ്റെ അമിഗ്ഡല്ല ഷ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഗ്രേ മാറ്റർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അമിഗ്ഡല്ലയാണ് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ്, അതുപോലെ ആങ്സൈറ്റി, ഇതിനൊക്കെ കാരണമാവുന്നത്. ഈ സ്റ്റഡിക്ക് മുൻപും പല സ്റ്റഡീസ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീഫ്രണ്ടൽ തിക്കനിങ് ഉണ്ടെന്നുള്ളത്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഓൾറെഡി തിക്കായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉള്ള ആൾക്കാരായിരിക്കാം കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അവർക്കായിരിക്കാം ഇതിലേക്ക് താല്പര്യം വരുന്നതെന്നുള്ളത്. അതിനെ ഡീബങ്ക് ചെയ്യുന്ന ഒരു സ്റ്റഡി ആയിരുന്നു ഇത്. അതായത് ഒരു കംപ്ലീറ്റ് ബിഗിനേഴ്സിന് പോലും വെറും 8 ആഴ്ച കൊണ്ട് ബ്രെയിനിൽ ആക്ച്വൽ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളൊരു സ്റ്റഡി ആയിരുന്നു അവിടെ നടന്നത്. ഇതുപോലെ ഫേമസ് ആയ മറ്റൊരു സ്റ്റഡി ആയിരുന്നു വിസ്കോസിൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചറായ റിച്ചർഡ് ഡേവിഡ്സൺ നടത്തിയത്. അദ്ദേഹം ദലാലാമയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ആ സ്റ്റഡി നടത്തിയത്. ഇത്തവണ ബിഗിനേഴ്സിന് പകരം ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈവൻ 30,000 and 50,000 hours ഓഫ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ഉള്ള ടിബറ്റൻ മോങ്സിനെയാണ് അവർ എക്സ്പെരിമെൻറ്റിന് വേണ്ടി കൊണ്ടുവന്നത്. അതിനവർ യൂസ് ചെയ്തത് EEG എന്ന് പറയുന്നൊരു മെത്തേഡാണ്. നമ്മുടെ തലയിലേക്ക് ചെറിയ ചിപ്സ് വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നൊരു വഴിയായിരുന്നു. ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ മോങ്സിൻ്റെയൊക്കെ ബ്രെയിനിൽ ഹൈ ആംപ്ലിറ്റ്യൂഡിലുള്ള ഗാമ വേവ്സും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു സിങ്ക്രണോസിറ്റിയും കണ്ടെത്തുകയുണ്ടായി. നമ്മുടെയൊക്കെ ബ്രെയിൻസിൽ ഗാമ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിലും വളരെ അൺയൂഷ്വലി ഹൈ ആംപ്ലിറ്റ്യൂഡിലുള്ള ഗാമ വേവ്സ് ആയിരുന്നു ഈ മോങ്സിൽ കണ്ടെത്തിയത്. അതുമാത്രമല്ല, ഇവർക്ക് വോളണ്ടറിലി ഇവരുടെ ബ്രെയിനിൻ്റെ സ്റ്റേറ്റ്സ് മാറ്റാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ഈ സിങ്ക്രണോസിറ്റി ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഈ ന്യൂറോ സയൻറ്റിസ്റ്റുകളെ ഞെട്ടിച്ച ഒരു കാര്യം. പണ്ട് കാലത്ത്, അതായത് നമ്മൾ ഈ റിസർച്ചുകളൊക്കെ നടത്തുന്നതിന് മുൻപ് നമുക്കൊരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ മാത്രമേ മെഡിറ്റേഷനെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതായത് സ്വന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് സ്വന്തം അനുഭവങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, മെഡിറ്റേഷനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആൻഡ് മെറ്റാഫിസിക്കലായിട്ടുള്ള ക്ലെയിംസ് നിലനിന്നിരുന്നു. ഇപ്പം ഹിന്ദുവിസം എടുത്തു കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്ത് മഹായോഗിയാവുന്ന ഒരാൾ സിദ്ധികൾ കൈവരിക്കും, അല്ലെങ്കിൽ ആത്മനും ബ്രഹ്മനും കൂടെ ലയിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ക്ലെയിംസ് ഉണ്ടായിരുന്നു. ബുദ്ധിസം എടുത്തു കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്ത് ഏത് നിർവ്വാണയിലേക്ക് എത്തും, ഇങ്ങനെയുള്ള ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പല ആൾക്കാരും ഇത് നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് പറ്റുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ ഇതെന്തോ മറ്റേ സന്യാസിമാരൊക്കെ ഈ ഹിമാലയത്തിൽ മാത്രം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇങ്ങനൊരു ചിന്ത പലരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇനി മോഡേൺ കാലഘട്ടത്തിൽ നമ്മൾ ഈ റിസർച്ചുകളൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ സംഭവിച്ചത്, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡൽ ലോകത്തിലാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റിസൾട്ട്സ് വന്നപ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയുണ്ടായി. ഇന്ന് നിങ്ങൾ മുക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗുരുക്കന്മാരും അവരുടേതായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സിസ്റ്റവും അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ഏതാണ് ചെയ്യേണ്ടത്, ഇത് പലത് ചെയ്താൽ പല റിസൾട്ട്സ് ആണോ കിട്ടുന്നത്,
ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ആഡ് വരാൻ സാധ്യതയുണ്ട്, ഒരു മെഡിറ്റേഷൻ ആപ്പിൻ്റെ. പല ആൾക്കാരും ഇന്നതിനെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഡീസ്ട്രെസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഗൈഡഡ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് ശരിക്കും മെഡിറ്റേഷനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകിലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള സയൻസ് മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു സയൻസ് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാമെന്നുള്ളതും ഞാൻ വളരെ ബേസിക്കായിട്ട് പറഞ്ഞു തരാം. മെഡിറ്റേഷനെ പറ്റി പൊതുവായിട്ടുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ക്രോസ് ലെഗ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വളരെ കാമായിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ആൾക്കാർ മെഡിറ്റേഷനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല മെഡിറ്റേഷൻ. ഏറ്റവും സിമ്പിൾ ടൈംസ് ഈ മെഡിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഡെലിബറേറ്റ് ട്രെയിനിങ് ഓഫ് അവർ അറ്റൻഷൻ ആൻഡ് അവെയർനെസ്. എന്താണ് അറ്റൻഷൻ? നമ്മളുടെ ഫോക്കസ് എവിടേക്കാണോ പോകുന്നത് അവിടെയാണ് നമ്മളുടെ അറ്റൻഷൻ. ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിക്കുന്നു, അവിടെയാണ് നിങ്ങളുടെ അറ്റൻഷൻ. നിങ്ങളൊരു കാർ ഓടിക്കുന്നു, അവിടെയാണ് അറ്റൻഷൻ. എന്താണ് ഈ അവെയർനെസ്? നമ്മളുടെ അറ്റൻഷൻ എവിടേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ അറ്റൻഷൻ എവിടെയാണ് എന്നുള്ള തിരിച്ചറിവാണ് അവെയർനെസ്. ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ എക്സിനെ പറ്റിയിട്ട് ഓർക്കുന്നു, നിങ്ങളുടെ ചിന്ത അങ്ങോട്ട് പോകുന്നു. എൻ്റെ ചിന്ത മാറി, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി എന്നുള്ള തിരിച്ചറിവിനെയാണ് അവെയർനെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഈ പറയുന്ന പോലെ റോഡിൻ്റെ സൈഡിൽ കണ്ട എന്തെങ്കിലും ഒരു ചിത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാഴ്ച, നമ്മൾ അവിടേക്ക് നോക്കുന്നു, ഇതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുന്നു. ഓക്കെ, എൻ്റെ ശ്രദ്ധ മാറി എന്നുള്ളൊരു തിരിച്ചറിവാണ് അവെയർനെസ്. നമ്മളിൽ കൂടുതൽ ആൾക്കാർക്കും, നമ്മളെല്ലാവർക്കും അറ്റൻഷൻ ഉണ്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ അവെയർനെസ് ഉള്ളൂ. ഈ അവെയർനെസ്സിനെ ട്രെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മെഡിറ്റേഷൻ. ഈ അവെയർനെസ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ കൂടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾ, ഡിസ്ട്രാക്ഷൻ, അഡിക്ഷൻസ് അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഈ അവെയർനെസ്സിനെ ട്രെയിൻ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ട് ഇരിക്കുക, എന്നിട്ട് നിങ്ങളുടെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഈ ഇൻഹെയിൽ ചെയ്യുന്നതിലും എക്സെയിൽ ചെയ്യുന്നതിലും ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ മൈൻഡ് വാണ്ടർ ചെയ്യും, നിങ്ങളുടെ അറ്റൻഷൻ ഇവിടുന്ന് പോകും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയും, ഓക്കെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയല്ലോ, ഞാൻ ബ്രെത്തിലല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. അതാണ് അവെയർനെസ്. നിങ്ങൾ അവെയർ ആവുന്ന പോയിന്റിൽ വീണ്ടും നിങ്ങളുടെ ഫോക്കസ് തിരിച്ച് ബ്രെത്തിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ അറ്റൻഷൻ വീണ്ടും ബ്രെത്തിലേക്ക് കൊണ്ടുവരിക. ഇതിനെ നമുക്കൊരു 1 മെൻ്റൽ റെപ്പായിട്ട് കാണാം. അപ്പം നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് 1 റെപ്പ്? ഒരു പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു തവണ മുകളിൽ പോയിട്ട് താഴെ വരുന്നതിനെ നമ്മൾ 1 റെപ്പ് എന്ന് കാണും. ഇതുപോലെ തന്നെ ഇതിനെ ഒരു 1 മെൻ്റൽ റെപ്പായിട്ട് കാണാം. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ അവെയർനെസ്സിനെയും അറ്റൻഷനെയും ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ട്രെയിൻ ചെയ്യപ്പെടുന്നത്? എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില ബ്രെയിൻ നെറ്റ്വർക്ക്സിനെ പറ്റി അറിയണം, അതിൻ്റെ സയൻസ് അറിയണം. കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ ബ്രെയിനിനെ പറ്റിയിട്ടും ന്യൂറോൺസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി ബ്രെയിൻ എന്ന് പറഞ്ഞ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനാണ്. ഒരുപാട് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതിൽ ഓരോ ആക്ടിവിറ്റിക്കും ബ്രെയിനിൻ്റെ മൾട്ടിപ്പിൾ പാർട്സ് ഒരേ സമയം തന്നെ വർക്ക് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ ശരിക്കും നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ നമ്മുടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിഷ്വൽ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടത് ഓഡിറ്ററി നെറ്റ്വർക്ക്, നമ്മുടെ ബാലൻസും മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ മോട്ടോർ നെറ്റ്വർക്ക്, ഇങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക്സ് ഒരേ സമയം തന്നെ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മെഡിറ്റേഷനെ മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനപ്പെട്ട 3 നെറ്റ്വർക്കുകളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തേതാണ് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്, രണ്ടാമത്തേത് സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്, മൂന്നാമത്തേതാണ് സാലിയൻസ് നെറ്റ്വർക്ക്. ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണത്. നമ്മൾ ഒരു എക്സ്റ്റേണൽ ടാസ്കിൽ ഫോക്കസ്ഡ് അല്ലാത്തടത്തോളം നമ്മുടെ ബ്രെയിൻ ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലായിരിക്കും. നമ്മളിപ്പോൾ വെറുതെ കട്ടിലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ വിൻഡോ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. എന്താണ് ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ ഈ സെൽഫ് റിഫറൻഷ്യൽ ടോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻറ്റേർണൽ മോണോലോഗ് എന്ന് പറയുമല്ലോ, ഇതിനൊക്കെ കാരണമാകുന്നത് ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണ്. അതുപോലെ നമ്മൾ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നത്, ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പല ആൾക്കാരിലും ഈ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് കൂടുതൽ ആക്ടിവേറ്റഡ് ആണ്. അത് കാരണം ഇത് പലപ്പോഴും ചെന്ന് നിൽക്കുന്നത് ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, റൂമിനേഷൻ, അതായത് സ്വന്തമായിട്ടുള്ള സെൽഫ് നെഗറ്റീവ് ടോക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. അതിനെ നമുക്ക് ശരിക്കും ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഒരു മോശപ്പെട്ട കാര്യമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ ലൈഫ് സ്റ്റൈൽ കാരണം അത് കുറച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. രണ്ടാമത്തേതാണ് സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്. നമ്മളൊരു ടാസ്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കിലായിരിക്കും. ആൻഡ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കും തമ്മിൽ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും എപ്പോഴും ആക്റ്റീവായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു നല്ല പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബുക്ക് വായിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കാണ് ആക്റ്റീവായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു നെറ്റ്വർക്കാണ് ആക്ച്വലി നമ്മുടെ ഡിസിപ്ലിൻ, ഫോക്കസ്, കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാരണമാവുന്നത്.
മൂന്നാമത്തേതാണ് സാലിയൻസ് നെറ്റ്വർക്ക്. ഈ ബാക്കി 2 നെറ്റ്വർക്ക് തമ്മിലുള്ള ഒരു സ്വിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാലിയൻസ് നെറ്റ്വർക്ക്. സാലിയൻസ് നെറ്റ്വർക്കാണ് നമ്മളുടെ അറ്റൻഷൻ എവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ശരിക്കും സാലിയൻസ് നെറ്റ്വർക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഗ്രാസ് ലാൻഡ് ഇരുന്നിട്ട് ഹണ്ട് ചെയ്യാനോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ളൊരു ചെടിയിൽ നിന്നൊരു മരങ്ങളിൽ നിന്നൊക്കെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് ഞെട്ടി നോക്കണം. പക്ഷേ ഇന്നത്തെ കാലത്ത് വന്നപ്പോൾ ഈ സൈലൻസ് നെറ്റ്വർക്ക് നമ്മുടെ അറ്റൻഷൻ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ സൗണ്ട്സ്, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന അനാവശ്യമായ ചിന്തകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ ഗൂഗിൾ മീറ്റ്സിൻ്റെ ഒക്കെ കോളിൻ്റെ സൗണ്ട് കേട്ട് ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി എണ്ണിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം നമ്മുടെ സൈലൻസ് നെറ്റ്വർക്കും ആക്ച്വലി ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ 3 നെറ്റ്വർക്കുകൾ അവിടെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നമ്മുടെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ നമ്മുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കാണ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യാണ്. എപ്പോഴോ നമ്മളറിയാതെ നമ്മളെന്തോ ചിന്തകളിലേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലേക്ക് ആക്ടിവേറ്റഡ് ആവുന്നു. എപ്പോഴോ നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ മൈൻഡ് വാണ്ടർ ചെയ്തു എന്നുള്ളത്. ആ സമയത്ത് നമ്മുടെ സൈലൻസ് നെറ്റ്വർക്ക് ആക്ടിവേറ്റഡ് ആവുന്നു. വീണ്ടും തിരിച്ച് നമ്മൾ ബ്രെത്തിലേക്ക് വരുന്നു, സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ നെറ്റ്വർക്കുകളെ ആക്ച്വലി ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തായാലും മെഡിറ്റേഷൻ വഴി എങ്ങനെ നമ്മുടെ ബ്രെയിൻ നെറ്റ്വർക്ക്സിനെ ട്രെയിൻ ചെയ്യാമെന്നും ആൻഡ് അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ആക്ച്വലി ബ്രെയിനിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതും സയൻറ്റിഫിക് എവിഡൻസിനെ പറ്റി നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്കിതെങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത്, ഇപ്പോൾ നമ്മൾ ഇനിയും ടൈപ്സ് ഓഫ് മെഡിറ്റേഷനെ പറ്റി പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഈ വീഡിയോയെ അനാവശ്യമായിട്ട് കോംപ്ലക്സ് ആക്കും. ഞാനിപ്പോൾ ഈ പറഞ്ഞ സയൻസും ഇതിൻ്റെ വളരെ ബേസിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ദിവസം ഇത് നമ്മൾ ഇൻറ്റൻസിറ്റിയിലല്ല കാര്യം, അത് മെൻ്റൽ എക്സസൈസ് ആയാലും ഫിസിക്കൽ എക്സസൈസ് ആയാലും. ഇപ്പോൾ ഒരു ദിവസം പോയിട്ട് നിങ്ങൾ കുറേ എക്സസൈസ് ചെയ്യുന്നുണ്ട് കാര്യമില്ല, നിങ്ങൾ ഒരു കൺസിസ്റ്റൻസിയിലാണ് കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ മെഡിറ്റേഷൻ ആണെങ്കിലും നിങ്ങൾ ദിവസം ഒരു 15 മിനിറ്റ് or 20 മിനിറ്റ് ടൈമർ വെക്കുക. ടൈമർ കഴിയുന്നതിന് വരെ എണ്ണിക്കരുത്. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പീസ്ഫുൾ സ്റ്റേറ്റ് അല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ ചില ചിന്തകൾ വന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്താലും എണ്ണീറ്റ് പോകരുത്. അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ്? ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് വാണ്ടർ ചെയ്യുമ്പോൾ വീണ്ടും തിരിച്ച് ബ്രെത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇത് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ ഈസി ആയി വരും. നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡ് വാണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കില്ല, നിങ്ങളുടെ അവയർനെസ് അവിടെ കുറവായിരിക്കും. നിങ്ങൾ കുറേ നേരം ചിന്തകളിൽ പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ മനസ്സിലാവുന്നത് മൈൻഡ് വാണ്ടർ ചെയ്തല്ലോ, തിരിച്ച് ബ്രെത്തിലേക്ക് വരണമല്ലോ എന്നുള്ളത്. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്യും, നിങ്ങളുടെ ഈ അവയർനെസ് എടുക്കുന്ന സമയം കുറഞ്ഞു വരും. അതായത് നമ്മുടെ മൈൻഡ് വാണ്ടർ ചെയ്യുന്ന മൊമെൻറ്റ്സിൽ തന്നെ നിങ്ങൾ ആക്ച്വലി അത് ഫിഗർ ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എൻ്റെ മൈൻഡ് വാണ്ടർ ചെയ്തല്ലോ. അപ്പോൾ ഇത് കാരണം എന്താണ്, ഈ ഗ്യാപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും. ബേസിക്കലി ഇതാണ് മെഡിറ്റേഷൻ. പിന്നെ പറയുവാണെങ്കിൽ മെഡിറ്റേഷൻ ഇനിയും പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഫോക്കസ് നമ്മൾ എവിടെയെങ്കിലും ആങ്കർ ചെയ്യുന്നു, മൈൻഡ് വാണ്ടർ ചെയ്യുമ്പോൾ തിരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്ത ബ്രത്താണ്. ചില ആൾക്കാരെങ്കിൽ മന്ത്രാസ് യൂസ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ വിഷ്വലൈസേഷൻസ് യൂസ് ചെയ്യും, അവരെന്തെങ്കിലും ഒരു മെൻറ്റൽ ഇമേജിൽ ഫോക്കസ് ചെയ്യും. ബേസിക്കലി ഇതിൻ്റെയൊക്കെ പർപ്പസ് സെയിം തന്നെയാണ്. മറ്റൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ഓപ്പൺ മോണിറ്ററിങ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ മൈൻഡിനെ എവിടെയും പർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നില്ല, ഒരു പാസീവ് അവയർനെസ് സ്റ്റേറ്റിൽ ഒന്നിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന ശബ്ദങ്ങളിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് വരുന്ന ചിന്തകളെയൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു പാസിങ് ക്ലൗഡ്സ് പോലെ ജസ്റ്റ് നമ്മൾ അവെയർ ആവും എന്താണ് നടക്കുക എന്നുള്ളത്. അത് പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വീഡിയോ കണ്ടത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഡെയിലി 20 മിനിറ്റ്സ് ഈ പറഞ്ഞ പോലെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക, അറ്റൻഷൻ പോകുമ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുകയും നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ശരിക്കും ഈ വീഡിയോ ഞാനൊരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തതാണ്. കാരണം ഇത് എത്ര ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചെറിയ വീഡിയോയിൽ പറ്റാവുന്നത്ര ഇൻഫർമേഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താണ് മെഡിറ്റേഷൻ ചെയ്യണം, എന്നാൽ ഇത് എങ്ങനെ, എന്തിനെപ്പറ്റി ഒന്നും അറിയില്ല, അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ളൊരു ജനറൽ നോളജും അല്ലെങ്കിൽ ഇത് എങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടേക്ക് എടുക്കണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി അതല്ല ഇതുപോലുള്ള ക്ലെയിംസ്, ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ മെഡിറ്റേഷൻ കോഴ്സൊക്കെ സെല് ചെയ്യാൻ വരികയാണെങ്കിൽ പറയുക, ഇതിൻ്റെ പുറകെ വലിയ ഇതുപോലെ മാജിക്കും മന്ത്രമൊന്നുമില്ല, ഈ പറയുന്ന പോലെ 7 ചക്രാസ് അല്ലെങ്കിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് സമാധിയിലേക്ക് എത്തി നിങ്ങളെ അവിടേക്ക് എത്തിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നവരോട് പറയാം, അങ്ങനെയൊന്നുമില്ല. എന്താണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്യുന്നതാണ് മനസ്സിലാക്കി വർഷങ്ങളോളം ഇൻറ്റൻസായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സെൽഫ് റെഫറൻഷ്യൽ ടോക്ക് കുറയുകയും അതുവഴി എന്താണ് നമ്മുടെ ഈഗോയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ ചേഞ്ച് സംഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ ബ്രെയിനിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു കാര്യങ്ങളെ പറ്റിയിട്ട് സ്വയം നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.
അതിനെ ബേസ് ചെയ്തിട്ട് ഇനി ഇതുപോലുള്ള ഫ്യൂച്ചറിൽ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് ആലോചിക്കാം. അപ്പോൾ താങ്ക് യു.